അപ്പോൾ ഉഴിച്ചിൽ എന്നുള്ളതല്ല ആയുർവേദ ചികിത്സ. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് ഹംസാക്കയുടെ അസുഖത്തിന് പറ്റിയ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഇതുള്ളത് ഹംസാക്ക എല്ലാ ദിവസവും രാവിലെ ഈ അമൃതം പൊയ്കയിൽ കൊണ്ടുവരും. അമൃതം പൊയ്കയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ചികിത്സ ഉണ്ടല്ലോ, അത് ഹംസാക്ക് വളരെ ഗുണകരമായിട്ടാണ് അനുഭവിച്ചത്. മറ്റു തന്നെ രണ്ടാൾ പിടിച്ച് താങ്ങിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. രണ്ടാൾ ചുമലിൽ പിടിച്ച് ഞാനിങ്ങനെ അവരെ ചുമലിൽ പിടിച്ച് തൂങ്ങിയാണ് ഇവിടെ വന്നത്. ഇപ്പം എനിക്ക് സ്വയം നടക്കാൻ കഴിയും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അമൃതം പൊയ്കയിലെ ചികിത്സയിൽ ആരോഗ്യവും ആത്മവിശ്വാസവും വീണ്ടെടുത്ത് ഹംസ കൊളത്തൂർ. നടക്കാനും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കൊളത്തൂർ സ്വദേശിയായ ഹംസ. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ദൈനംദിന ജീവിതം പോലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കൊളത്തൂർ സ്വദേശിയായ ഹംസ. അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും വീണ്ടെടുത്തതിന്റെ സന്തോഷത്തിലാണ് ഹംസ. 1 മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം സ്വതന്ത്രമായി നടക്കാനും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനും സാധിക്കുന്ന നിലയിലേക്കാണ് ഹംസ തിരിച്ചെത്തിയത്. കൊളത്തൂരിലെ പ്രമുഖ ഹാർഡ്വെയർ വ്യാപാരിയായ അദ്ദേഹം വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിലൂടെയും പ്രവാസ ജീവിതത്തിലൂടെയും പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവയെ അവഗണിച്ച് ജോലി തിരക്കുകളുമായി മുന്നോട്ടുപോയി. കാലക്രമേണ ആരോഗ്യനില വഷളാവുകയും ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിവിധ ചികിത്സകൾ തേടേണ്ടി വരികയും ചെയ്തു. ഇതിനിടയിലാണ് നട്ടെല്ലിനെ ബാധിച്ച അസുഖങ്ങൾ കാരണം നടക്കാനും കൈകൾ സ്വാഭാവികമായി ഉപയോഗിക്കാനും ബുദ്ധിമുട്ടും നേരിട്ടത്. പ്രമേഹത്തിന്റെ സങ്കീർണതകളും ആരോഗ്യനിലയെ കൂടുതൽ ബാധിച്ചതോടെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായി. സുഹൃത്തായ കട്ടലശ്ശേരി സമിതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹംസ പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിലെ സീനിയർ ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഹംസയ്ക്ക് വ്യക്തിഗത ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ ചികിത്സാ പദ്ധതി തയ്യാറാക്കി. വിവിധ രോഗാവസ്ഥകൾ കണക്കിലെടുത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ ഔഷധ ചികിത്സയ്ക്കൊപ്പം ആശുപത്രിയുടെ പ്രത്യേക ചികിത്സാ രീതിയായ അമൃതം പൊയ്ക ചികിത്സയും നൽകി. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമാകുന്ന ഈ ചികിത്സാ രീതി ഹംസയുടെ ആരോഗ്യനിലയിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടാക്കിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഹംസാക്ക വളരെ അവശ്യ നിലയിൽ നമ്മുടെ അടുത്ത് വന്നത്. ഹംസാക്ക് ഒരു ഡിസ്കിന് ഫ്രാക്ചറൊക്കെ ഉണ്ട് കുട്ടിക്കാലത്ത്. പിന്നെ ഇരുന്നിട്ട് സെർവൈക്കൽ സ്പോണ്ടൈറ്റിസ്, കുറച്ച് ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടുണ്ട്, ഷുഗർ കൂടുതലുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു നിരാശയിലാണ് ഹംസാക്ക വന്നത്. അപ്പോൾ ഹംസാക്കൻ്റെ ഒരു സംശയമായിരുന്നു വരുമ്പോൾ ഇതെങ്ങനെയാണ് ഭേദാവോ അങ്ങനെയൊക്കെ സംശയത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ഈ ആയുർവേദ ചികിത്സ ശാസ്ത്രീയമായി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസമാണത്. നമ്മളിപ്പോൾ ഹംസാക്കൻ്റെ പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഒഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒഴിച്ചിലുകൊണ്ട് എന്താ കാര്യം. അപ്പോൾ ഒഴിച്ചിൽ എന്നുള്ളതല്ല ആയുർവേദ ചികിത്സ. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് ഹംസാക്കയുടെ അസുഖത്തിന് പറ്റിയ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഇതുള്ളത് ഹംസാക്ക എല്ലാ ദിവസവും രാവിലെ ഈ അമൃതം പൊയ്കയിൽ കൊണ്ടുവരും. അമൃതം പൊയ്കയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ചികിത്സ ഉണ്ടല്ലോ, അത് ഹംസാക്ക് വളരെ ഗുണകരമായിട്ടാണ് അനുഭവിച്ചത്. കാരണം ഹംസാക്ക് നീന്താൻ അറിയില്ല, വെള്ളം ഭയങ്കര പേടിയായിരുന്നു. ഹംസാക്കെന്ന് പറയുന്നത് വെള്ളം കണ്ട ഓടിപ്പോകുന്ന ആളായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഈ നാച്ചുറൽ പോണ്ടിൽ ഹംസാക്കിനെ ഇറക്കുകയും വളരെ പെട്ടെന്നാണ് ഹംസാക്ക് അതിൻ്റെ റിസൾട്ടുകൾ കണ്ടത്. ഹംസാക്കിൻ്റെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു, ഷുഗർ ലെവൽ കൺട്രോളായി, ആ ഡിസ്കിൻ്റെ പ്രോബ്ലമൊക്കെ വളരെ വ്യത്യാസത്തിൽ ഹംസാക്ക് കാലിനൊക്കെ ശക്തി കിട്ടി നടക്കാൻ തുടങ്ങി. കാരണം മുട്ടുവേദനയും അരക്കെട്ട് വേദനയൊക്കെ ആയിട്ട് ഹംസാക്ക് നടക്കാനൊക്കെ സഹായം ആവശ്യമുണ്ടായിരുന്നു. ബാത്റൂമിലൊക്കെ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഹംസാക്ക് സ്വന്തം നടക്കാനും പരസഹായം ഇല്ലാണ്ട് വളരെ സ്പീഡിൽ നടക്കാനും നീന്താൻ വരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആയുർവേദ ചികിത്സയും ഇത്തരത്തിലുള്ള നാച്ചുറൽ പോണ്ടിലുള്ള അമൃതം പൊയ്ക പോലുള്ള കുളങ്ങളുടെ ഉപയോഗം കൂടി നമ്മൾ സമന്വയിപ്പിക്കുമ്പോൾ ഒരു വിദഗ്ധമായിട്ടുള്ള ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ ചികിത്സ കൊടുക്കാൻ വളരെ നിരാശരായ പല അസുഖങ്ങളിലും നമുക്ക് നല്ല പ്രത്യാശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹംസാക്ക. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളെല്ലാവരും അറിയണം എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒന്നും മൂല്യം അറിയാതെ പോവുകയാണ്. അപ്പോൾ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ, അത് ആയുർവേദ ചികിത്സ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുമായിരിക്കാം. പക്ഷേ എനിക്കൊരു 40 വർഷത്തെ ചികിത്സാനുഭവമുണ്ട്. അതാണ് നമ്മൾ ഹംസാക്കയ്ക്ക് ചികിത്സയിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഹംസാക്ക് ഇത്രയും മാറ്റം കിട്ടിയത്. ഹംസാക്ക വളരെ സന്തോഷമാണ്. മാത്രമല്ല ഹംസാക്ക നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടെന്ന് വെച്ചാൽ, ഹംസാക്ക ഇനി ഇങ്ങനത്തെ കുളങ്ങൾ സംരക്ഷിക്കുന്നതിൽ, ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിലൊക്കെ വളരെ താല്പര്യം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ സന്തോഷമാണ്. ഹംസാക്കയോട് ഒന്ന് നമ്മുടെ അമൃതം പൊയ്കയും ഇതിൻ്റെ ചുറ്റുപാടുകൾ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇന്ന് ഹംസാക്ക ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു മരം നട്ടിട്ടാണ് പോവുക. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷം മറ്റുള്ളവരുടെ സഹായമില്ലാതെ നടക്കാനും ദൈനംദിന കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനും ഇന്ന് ഹംസയ്ക്കാകുന്നുണ്ട്. വെള്ളത്തോട് ഭയമുണ്ടായിരുന്ന ഹംസ ഇപ്പോൾ നീന്തൽ പരിശീലിക്കാനും ആരംഭിച്ചിട്ടുണ്ട്.
ആയുർവേദ ചികിത്സയും അമൃതം പൊയ്കയിലെ ജലചികിത്സയും സംയോജിപ്പിച്ച ചികിത്സാ രീതിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും വീണ്ടെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഹംസ. 10-15 വർഷമായിട്ട് മുട്ടുവേദനയും ഊരവേദനയും കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോയി ചികിത്സ നടത്തി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. എവിടെ പോയാലും അലോപ്പതി പോയാൽ ഓപ്പറേഷൻ 4 ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഒരുപാട് എല്ലാ രോഗത്തിനും അടിമയാണ്. എല്ലാ രോഗമുണ്ട്. കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയി, കുറേ സ്ഥലത്ത് പോയി ഒഴിഞ്ഞു, ഒരുപാട് സ്ഥലത്ത് പോയി ഒഴിഞ്ഞു. എന്നിട്ടൊന്നും അതുകൊണ്ടൊന്നും ഭേദം കിട്ടിയില്ല. അവസാനം എന്നെ ഈ അമൃതം ആയുർവേദിക്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് കുറച്ച് ദിവസം കടന്നപ്പോഴേക്കും തന്നെ എനിക്ക് സുഖാവര് തുടങ്ങി. ഇപ്പോൾ എനിക്ക് സ്വയം നടക്കാൻ കഴിയും. മറ്റു തന്നെ 2 ആൾ പിടിച്ച് താങ്ങിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. 2 ആൾ ചുമലിൽ പിടിച്ച് ഞാനിങ്ങനെ അവരെ ചുമലിൽ പിടിച്ച് തൂങ്ങിയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എനിക്ക് സ്വയം നടക്കാൻ കഴിയും. അങ്ങനെ എനിക്കൊരുപാട് പല ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ഞങ്ങളെ ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഏത് സമയത്തും ഒരു ഡോക്ടർ എന്നുള്ള ഇതിലല്ല, ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ഏത് സമയത്തും നമ്മളെ ഫ്ലോ ചെയ്യാനുണ്ടാവും. പിന്നെ ഇവിടെ ഒരു കുളത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എല്ലാവരെയും സഹകരണം കൊണ്ട് ഇപ്പം എനിക്ക് ഏതാണ്ടൊക്കെ സുഖമായി. ആയുർവേദ ചികിത്സയും അമൃതം പൊയ്കയിലെ ജലചികിത്സയും സംയോജിപ്പിച്ച ചികിത്സാ രീതിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും വീണ്ടെടുത്ത ഹംസയുടെ അനുഭവം ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 4 പതിറ്റാണ്ടിലേറെയായി ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന അമൃതം ആയുർവേദ ആശുപത്രി രോഗിയുടെ ആരോഗ്യനിലയും രോഗാവസ്ഥയും വിലയിരുത്തി വ്യക്തിഗത ചികിത്സാ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. പരമ്പരാഗത ആയുർവേദ ചികിത്സയ്ക്കൊപ്പം ആശുപത്രിയുടെ പ്രത്യേക ചികിത്സാ സംവിധാനമായ അമൃതം പൊയ്ക ജലചികിത്സയും സംയോജിപ്പിച്ചാണ് ചികിത്സ നൽകുന്നത്. വിവിധ രോഗാവസ്ഥകളിൽ ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുക എന്നു തന്നെയാണ് അമൃതം ആയുർവേദ ആശുപത്രിയുടെ പ്രഥമ ലക്ഷ്യം. ചാനൽ 10 പെരിന്തൽമണ്ണ.